ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വാർഷിക മൂല്യനിർണ്ണയം 2024-25 വർഷത്തെ ഗണിതം ഇന്ന് നടന്ന മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രവർത്തനം 1. ചുവടെ കൊടുത്ത സംഖ്യകൾ നോക്കൂ. 38, 46, 62, 35, 36, 106. ഇവയിൽ 2 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം വരുന്ന സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കൂട്ടുകാരെ? 38 ഫുള്ളായിട്ട് പോവും, 46 പോവും, 62 പോവും, 36 പോവും, 106 പോവും. അത് ഏതാണ് സംഖ്യ? മിച്ചം വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 35 ആണ്. 35-ൽ 1 ശിഷ്ടം വരും. ഇനി മുകളിലെ സംഖ്യകളിൽ 2 എണ്ണത്തിൻ്റെ തുകയെ 5 കൊണ്ട് ഹരിച്ചാൽ മിച്ചമുണ്ടാകില്ല. ആ സംഖ്യകൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 5 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം ഉണ്ടാകാത്ത സംഖ്യകൾ? ഏതൊക്കെയാണ് 38ഉം അതുപോലെ തന്നെ 62മാണ്. 62. ഇനി മുകളിലെ സംഖ്യകളിൽ 5 കൊണ്ട് ഹരിച്ചാൽ 10 കൊണ്ട് ഹരിച്ചാലും 2 മിച്ചമായി വരുന്ന സംഖ്യ ഏതാണ്? 10 കൊണ്ട് ഹരിച്ചാലും 5 കൊണ്ട് ഹരിച്ചാലും 2 മിച്ചമായിട്ട് വരും. ഏതാണ് 2 മിച്ചമായിട്ട് വരുന്ന ഒരേ സംഖ്യ മാത്രമേ ഉള്ളൂ? 62 മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് 5 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ്? 2 വരും. 10 കൊണ്ട് ഹരിക്കുമ്പോഴും 2 വരും. ഇനി മുകളിലെ സംഖ്യകളെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം വരാത്ത സംഖ്യ എഴുതുക. 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം വരാത്ത സംഖ്യ ഏതാണ്? 4ൻ്റെ ഗുണപട്ടികയിലുള്ള ഒരേ സംഖ്യയാണ് ഇവിടെ ഉള്ളത്, 36 ആണുള്ളത്. അപ്പോൾ ഉത്തരം 36. ചുവടെ കൊടുത്തവയിൽ 48/4 തുല്യമായത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കൂട്ടുകാരെ ഇവിടെ തന്നിട്ടുള്ളത്? 4/4 + 8/4. ഓക്കെ, അത് 40 ഹരിക്കണം 4 + 4 ഹരിക്കണം 4, 24 ഹരിക്കണം 8 + 24 ഹരിക്കണം 8, 40 ഹരിക്കണം 4 + 8 ഹരിക്കണം 4. ഇതിലേതാണ് ഉത്തരം എന്ന് പറയുന്നത്? 40 ഹരിക്കണം 4 + 8 ഹരിക്കണം 4 എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെടുന്ന കളികളെ കാണിക്കുന്ന ചിത്രമാണിത്. ഇവിടെ ഒരു ഡയഗ്രമാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഇന്നലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡയഗ്രാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനാണിത്. ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കൂട്ടുകാരെ? ഇവിടെ നോക്കൂ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളി ഏതാണ്? പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നോക്കണം കേട്ടെ. ഇവിടെ ചെസ്സ് ഏതാണ്? ചെസ്സ് ഒന്ന് മാത്രമേ ഇഷ്ടമുള്ളൂ അല്ലേ, അഥവാ പെൺകുട്ടികൾക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ, ആൺകുട്ടികൾക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷെ രണ്ടും ഇഷ്ടപ്പെടുന്നത് ഏകദേശം ഉള്ളത് ഏതാണ്? ക്രിക്കറ്റാണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ക്രിക്കറ്റാണ്. ഇനി ഏറ്റവും കുറവ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളി ഏതാണ്? ഏത് കളിയാണ്? ചെസ്സ് കളിയാണ്. ഇവിടെ പെൺകുട്ടികൾക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ, പക്ഷെ ആൺകുട്ടികൾക്ക് വളരെ കുറവാണ്. അപ്പോൾ ഏറ്റവും കുറവ് ഇഷ്ടപ്പെടുന്നത് ചെസ്സാണ്. ഇനി അടുത്തത്, ചെസ്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ് ഫുട്ബോൾ കളി ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, 50ഉം അതുപോലെ തന്നെ ഇവിടെ എത്രയാണ്? 300 ആണുള്ളത് അല്ലേ, 350 ആണുള്ളത്. അതിൽ നിന്നും നമ്മൾ എന്ത് കുറക്കണം? 350-ൽ നിന്നും നമ്മൾ ഫുട്ബോളും കൂടെ നോക്കുക. ഫുട്ബോൾ എത്രയാണ്? 450 ആണ് അല്ലേ. അപ്പോൾ 450 കുറക്കണം 350 എത്രയാണ്? 100 ആണ്. ഇനി ആൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളികൾ കുറഞ്ഞതിൽ നിന്ന് കൂടുതലിലേക്ക് എന്ന ക്രമത്തിൽ എഴുതിയാൽ ബാഡ്മിൻ്റൺ കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന കളി ഏതായിരിക്കും? ഏതാണ്? ഇവിടെ ആൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളികൾ കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് ഏതാണ്? ചെസ്സാണല്ലേ. പിന്നെ അതിനേക്കാളുള്ള കുറഞ്ഞത് ഏതാണ്? ബാഡ്മിൻ്റൺ ആണ്. ബാഡ്മിൻ്റൺ കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് വരുന്ന ഏതാണ്? ക്രിക്കറ്റാണ്. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ബാഡ്മിൻ്റൺ കഴിഞ്ഞ് വരുന്നത് ക്രിക്കറ്റാണ്. പിന്നെ ഫുട്ബോൾ വരും. തന്നിരിക്കുന്ന ചിത്രത്തെ അടിസ്ഥാനമാക്കി മറ്റൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കാം. ഏതെങ്കിലും 2 എണ്ണം ചോദിച്ച് രണ്ടും തമ്മിലുള്ള ആനുപാതികം എത്രയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് പ്രവർത്തനം 3 ആണ്. ചോദ്യം, 1768 പേന 10 എണ്ണം വീതമുള്ള കവറുകളിലാക്കിയാൽ എത്ര പേന മിച്ചം വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും? 10 എണ്ണമാണുള്ളത്. 1768 എന്നുള്ളതിനെ 10 കൊണ്ടാക്കുമ്പോൾ നമുക്കറിയാം 1760 വരെ പോകും. അപ്പം മിച്ചം എന്ന് പറയുന്നത് 8 ആയിട്ട് വരും. ഓക്കെ, മിച്ചം എന്ന് പറയുന്നത് 8.
8. ഇനി 12 പെൻസിൽ വീതം 36 കവറുകളിലാക്കി പെൻസിലുകളുടെ ആകെ എണ്ണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര എണ്ണമായിരിക്കും? 12 എണ്ണമാണ് അല്ലേ? 12 എണ്ണമുള്ള 36 എണ്ണമാണ്. അഥവാ 12 × 36 ചെയ്ത് നോക്കുക. ഉത്തരം എന്ന് പറയുന്നത് 432 എന്ന് കിട്ടും. ഇനി 3 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്ന 2 സംഖ്യകൾ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഏതെങ്കിലും 2 സംഖ്യകളാണ് എഴുതേണ്ടത്. 3 കൊണ്ട് ഹരിച്ച 2 ശിഷ്ടം വരുന്നതായിട്ട് നിങ്ങൾ നോക്കണം. ഓക്കെ. ഇനി താഴെ കൊടുത്തവയിൽ ശരിയായത് ഏത്? 17 × 8 = 10 + 8 × 7. ബി 24 × 5 = 2 × 5 + 4 × 5. ഇനി സി 36 × 3 = 33 × 6. 54 × 5 = 50 + 4 × 5. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഏതാണ്? 54 × 5 = 50 + 4. ഓക്കെ. 50 + 4 എന്ന് പറയുമ്പോൾ എത്രയായി? 54. 54 × 5 എന്ന് പറയുന്നതും 54 × 5 ഇത് രണ്ടും സെയിം ആണല്ലേ? അപ്പോൾ അതാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത പ്രവർത്തനം 4 1 മുതൽ 20 വരെയുള്ള സംഖ്യകളിൽ 3ന്റെ ഗുണിതമായവ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 മുതൽ 20 വരെയുള്ള സംഖ്യകളിലാണ്. ഏതൊക്കെയാണുള്ളത്? 3, 6, 9, പിന്നെ 3, 6, 9, 12, 15, പിന്നെ 18. 18 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് 21 ആണ്. ഇനി 15ൻ്റെ ഏതെങ്കിലും 2 ഘടകങ്ങൾ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 15ൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നത്? 1, 3, 5. ഓക്കെ. 5, 15 ഇതൊക്കെയാണ് 15ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. 15ൻ്റെയും 30ൻ്റെയും പൊതുഘടകം താഴെ കൊടുത്തവയിൽ ഏതാണ്? 10, 30, 2, 3. ഏതാണ്? 3 ആണ്. ഓക്കെ. ശരിയായ ഉത്തരം 3. ഇനി പ്രവർത്തനം 5 ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയായിരിക്കും കൂട്ടുകാരെ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്? ഇവിടെ തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്രയായിരിക്കും ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്? വശങ്ങളുടെ നീളങ്ങളുടെ ഡബിൾ ആണ്. അഥവാ 12 + 4 എന്ന് പറയുന്നത് എത്രയാണ്? അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം? നമുക്ക് നീളം പ്ലസ് നീളം, വീതി പ്ലസ് വീതി ആയിട്ടും ചെയ്യാം അല്ലേ? അഥവാ 12 + 12 എന്ന് പറയുന്നത് 24 വരും. 24ൻ്റെ കൂടെ 4 + 4 8. അത് 24 + 8 എന്ന് പറയുന്നത് എത്രയാണ്? 32 ആയിട്ട് വരും. അപ്പോൾ 32 സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കുക. 2 സെൻറ്റിമീറ്റർ. ഇനി ഈ ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. പരപ്പളവ് എങ്ങനെ കാണാം നമുക്ക്? നീളം × വീതിയാണല്ലേ? അഥവാ 12 × 4 ആണ്. എത്രയാണ്? 12 × 4 എന്ന് പറയുന്നത് 48 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി 36 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളവും ഉയരവും താഴെ കൊടുത്തവയിൽ ഏതാണ്? 36 സെൻറ്റിമീറ്റർ ചുറ്റളവാണ് കേട്ടോ. 20, 16, 10, 16, 10, 8, 18. ഏതാണ്? 10, 8 എന്നുള്ളതാണ്. ഓക്കെ. കാരണം 10ഉം കൂടെ 20, 20ഉം 8ഉം 16. അപ്പോൾ 20ഉം 16ഉം കൂടെ 36 കറക്റ്റായിട്ട് കിട്ടും. ഇനി പ്രവർത്തനം 6ലേക്ക് കിടക്കാം. 60ൻ്റെയും 12ൻ്റെയും പൊതുഘടകമായി വരുന്ന സംഖ്യകൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് 60ൻ്റെയും 12ൻ്റെയും പൊതുഘടകങ്ങളായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? 1, 2, 3, 4, 6, 12 ഇതൊക്കെയാണ്. ഇനി പൊതുഘടകങ്ങൾ ഒഴിവാക്കി 400 ഹരിക്കണം 80 എത്രയെന്ന് കണക്കാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എത്രയായിരിക്കും? ഉത്തരം 5 ആയിട്ട് വരും. ഓക്കെ. ഉത്തരം എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ കൂട്ടുകാർ എഴുതിയത് ശരിയാണെന്ന് വിചാരിക്കുന്നു. ഇനി 3 × 3 × 2 × 5ൻ്റെയും 30ൻ്റെയും ഒരു പൊതുഘടകം താഴെ കൊടുത്തവയിൽ ഏതാണ്? 3 × 3 × 5, 3 × 2 × 5, 3 × 3 × 5, 3 × 3. ഏതാണ്? 3 × 2 × 5 ആണ്. ഓക്കെ. 3 × 2 × 5. ഇനി അവസാനത്തെ പ്രവർത്തനമാണ്. ഒരു പാത്രത്തിൽ കുറേ പാലുണ്ട്. അജീഷ് അതിൽ നിന്നും 1 ലിറ്റർ പാലെടുത്ത് 3 പേർക്ക് ഒരുപോലെ വീതിച്ചു നൽകി. ഒരാൾക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ലിറ്ററാണ് കിട്ടുന്നത്? 1/3 ആണല്ലേ? 3 പേർക്കാണ് വീതിച്ചു കൊടുത്തത്. അപ്പോൾ 1/3 ആണ്. ഇനി സുകന്യയും 2 കൂട്ടുകാരികളും 2 ലിറ്റർ പാൽ എടുത്തു. അത് 3 പേരും തുല്യമായി വീതിച്ചെടുത്താൽ ഒരാൾക്ക് എത്ര പാൽ കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 പേരാണ് വീതിച്ചെടുക്കുന്നത്. അപ്പോൾ 2/3 ആണ്. അഥവാ 2/3. ഇനി സെലീം 5 ലിറ്റർ പാൽ എടുത്ത് 2 കുപ്പികൾ ഒരുപോലെ നിറച്ചു. ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ പാൽ നിറയും? എത്രയാണ്? 5 ലിറ്ററാണ് എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ 2 ലിറ്റർ ആകെ 2 കുപ്പിയാണുള്ളത്. അഥവാ 5/2 ആണ്.
അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ പകുതി എന്നും എഴുതി കൊടുക്കാം. ഓക്കെ, അഥവാ 2.5 പാല് 2.5 ലിറ്റർ എന്നും നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി 9നെ 2 തുല്യ ഭാഗങ്ങളാക്കിയാൽ 1 എന്നത് താഴെ കൊടുത്തവയിൽ ഏതാണ്? 2 ഡിവൈഡഡ് ബൈ 9, 9 ഡിവൈഡഡ് ബൈ 2, 9 1 ഡിവൈഡഡ് ബൈ 2, 2 1 ഡിവൈഡഡ് ബൈ 9. ഏതാണ്? 9 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മാത്സിൽ വന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവർക്കും നല്ല മാർക്കിൽ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.